വയനാട്ടിലെ DCC ട്രഷറർ NM വിജയന്റെയും മകൻ ജിജേഷിന്റെ ആത്മഹത്യയിൽ IC ബാലകൃഷ്ണന്റെയും ND അപ്പച്ചന്റെയും മൊഴിയെടുക്കും. പോലീസ് വിജിലൻസ് അന്വേഷണ സംഘങ്ങളാണ് മൊഴിയെടുക്കുന്നത്. ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങൾ സംബന്ധിച്ച് പരിശോധന നടത്തും. കോൺഗ്രസ് നേതാക്കൾ തട്ടിയ ലക്ഷങ്ങളുടെ ബാധ്യത കൊണ്ടാണ് മകനോടൊപ്പം ജീവൻ ഒടുക്കിയതെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. വിവരങ്ങളുമായി അനൂപ് ചേരുന്നുണ്ട്. അനൂപ്, അതോടൊപ്പം തന്നെ പഴയ ട്രഷറർ വിശ്വനാഥന്റെ പേര് കൂടി ഉണ്ടായിരുന്നുവല്ലോ ഈ NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിൽ. ഈ വിശ്വനാഥൻ, ട്രഷറിന്റെ പേര് അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. വിശ്വനാഥന്റെ കൂടി മൊഴിയെടുക്കേണ്ട സാഹചര്യമുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ കൃത്യമായി തന്നെ ആത്മഹത്യാക്കുറിപ്പിൽ NM വിജയൻ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ആർക്കൊക്കെയാണ് പൈസ നൽകിയത്, ആരൊക്കെയാണ് പൈസ നൽകാതെ പറ്റിച്ചത്, എല്ലാം കൃത്യമായി എഴുതിയിട്ടുണ്ട്. അന്വേഷണ പരിധിയിൽ ആ പഴയ ട്രഷറർ കൂടി വരുന്നുണ്ടാകുമല്ലോ. ഈ കത്തിൽ പ്രധാനമായും പേരുകൾ പരാമർശിക്കുന്നത് IC ബാലകൃഷ്ണൻ, അതോടൊപ്പം ND അപ്പച്ചൻ, DCC പ്രസിഡന്റ്, അതോടൊപ്പം KK ഗോപിനാഥൻ, മുൻ കോൺഗ്രസ് നേതാവ്, പിന്നീട് KL പൗലോസ്, അദ്ദേഹം മുൻ DCC പ്രസിഡന്റാണ്. ഈ പേരുകളാണ് പ്രധാനമായും പരാമർശിക്കുന്നത്. IC ബാലകൃഷ്ണന്റെ പേര് കത്തിൽ എടുത്ത് പരാമർശിക്കുന്നുണ്ട്. ഈ ഗോപിനാഥൻ മാഷിന്റെ പേര് പല വിധത്തിൽ ഈ കത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കത്തിൽ പേരുകളുള്ള മുഴുവൻ ആളുകളുടെയും മൊഴികൾ ശേഖരിക്കാനാണ് വിജിലൻസ് പോലീസ് അന്വേഷണ സംഘങ്ങൾ ഇപ്പോൾ ശ്രമിക്കുന്നത്. അതിനുള്ള ഇതുമായി ബന്ധപ്പെട്ട കത്തിന്റെ എല്ലാം പ്രാഥമിക പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം ആ വിധത്തിൽ മൊഴികൾ എടുക്കും. ഇപ്പോൾ നിലവിൽ മകൻ വിജേഷിന്റെ NM വിജയന്റെ മകൻ വിജേഷിന്റെ മൊഴി ഇപ്പോൾ വിജിലൻസ് ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. മീനങ്ങാടി വിജിലൻസ് ഓഫീസിൽ വിജിലൻസ് DYSP ഷാജി വർഗീസിന്റെ നേതൃത്വത്തിലാണ് മകന്റെ മൊഴി രേഖപ്പെടുത്തുന്നത്. ഇന്ന് രാവിലെ തന്നെ ഓഫീസിൽ ഹാജരാവാൻ മകന് നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അല്പസമയം മുമ്പ് NM വിജയന്റെ മൂത്ത മകൻ വിജേഷ് മീനങ്ങാടി വിജിലൻസ് ഓഫീസിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ മൊഴിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഇവിടെ പുരോഗമിക്കുകയാണ്. മൊഴിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. വിജിലൻസ് DYSP ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസം വിജിലൻസ് ഈ വിധത്തിൽ വെളിപ്പെടുത്തലുകൾ നടത്തിയവരുടെയും അതോടൊപ്പം ഈ വിധത്തിൽ പല പോലീസിൽ നേരിട്ട് പരാതി നൽകിയവരുടെയും മൊഴികൾ ശേഖരിച്ചിരുന്നു. താമരശ്ശേരിയിലെ ഐസക്, ഇത്തരത്തിൽ അപ്പോഴത്തെ പത്രോസ് തുടങ്ങിയവരുടെ മൊഴികളാണ് ശേഖരിച്ചത്. ഇനി വിജിലൻസിന് മുമ്പിലുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക റിപ്പോർട്ട് തയ്യാറാക്കുക എന്നുള്ളതാണ്. ഉടൻ തന്നെ സർക്കാരിലേക്ക് അത് പ്രാഥമിക റിപ്പോർട്ടായി സമർപ്പിക്കേണ്ടതുണ്ട്. പെട്ടെന്ന് തന്നെ ഈ നടപടിക്രമം പൂർത്തീകരിക്കാനാണ് ഡയറക്ടറേറ്റിൽ നിന്നും നിർദ്ദേശം. അതുകൊണ്ട് തന്നെ ആ വിധത്തിൽ പെട്ടെന്ന് മൊഴിയെടുക്കലുകൾ പൂർത്തിയാക്കി ഇത് സംബന്ധിച്ചുള്ള പ്രാഥമിക വിവരങ്ങൾ കൈമാറുക എന്നുള്ളതാണ് വിജിലൻസ് ഉത്തരവാദിത്വം. ആ രീതിയിൽ വിജിലൻസ് അന്വേഷണം ഊർജിതമായി മുന്നോട്ട് പോവുകയാണ്. കത്തിൽ പരാമർശിച്ചവരോട് കൂടി മൊഴിയെടുക്കേണ്ട സാഹചര്യമുണ്ട്. അതുകൂടി ഉടൻ പൂർത്തിയാക്കും എന്നാണ് വിജിലൻസ് പറയുന്നത്. ഏതായാലും പോലീസ് അന്വേഷണവും നടക്കുകയാണ്. പോലീസ് ഇന്നലെ ഈ കുടുംബത്തിനും ഈ കത്ത് പുറത്തു വന്നതിന് ശേഷം ഈ പോലീസ് നൽകിയതിനു ശേഷം വിശദമായ മൊഴി ഏതാണ്ട് 2 മണിക്കൂറോളം സമയമെടുത്ത് പൂർത്തിയാക്കിയിരുന്നു. വിശദമായ മൊഴി കുടുംബങ്ങളുടെ മൊഴി പോലീസ് വിവിധ ഘട്ടങ്ങളെ രേഖപ്പെടുത്തിയിരുന്നു. അതിന് പുറമെയാണ് ഇന്നലെയും ഈ കത്ത് പുറത്തു വന്ന സാഹചര്യത്തിൽ കൂടുതൽ മൊഴി രേഖപ്പെടുത്തിയത്. പോലീസും ഈ കത്തിൽ പേരുകൾ ശരി, അനൂപാണ് വിവരങ്ങൾ നൽകിയത്. വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയിൽ IC ബാലകൃഷ്ണന്റെയും ഒപ്പം തന്നെ ND അപ്പച്ചന്റെയും KK വിശ്വനാഥന്റെയും പൗലോസിന്റെയും അടക്കം മൊഴിയെടുക്കുമെന്നുള്ള വിവരങ്ങളാണിപ്പോൾ അനൂപ് പങ്കുവച്ചത്.